എല്ലാവർക്കും നമസ്കാരം. പുറത്തെ നനുത്ത തണുത്ത പ്രഭാതം, മനസ്സിനകത്തും പുറത്തും സന്തോഷത്തിന്റെ തണുപ്പ്. പ്രകൃതീശ്വരൻ വീണ്ടും തന്ന ഈ നല്ല ദിനത്തിൽ നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെയും പരമാത്മാവിനെയും ഓർത്തുകൊണ്ട് അവരോട് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ മനോഹര ദിവസം നമുക്ക് ആരംഭിക്കാം. സിറ്റ് സ്ട്രേറ്റ്, നിവർന്നിരിക്കാം. മുഖത്തൊരു പുഞ്ചിരിയോടുകൂടി മനസ്സിനെ ശാന്തമാക്കി നോർമൽ ശ്വാസോച്ഛ്വാസം. കൈകൾ ചിന്മുദ്രയിൽ, ചിന്മുദ്ര. പുടകളിൽ വെച്ച് മനസ്സുകൊണ്ട് പരമാത്മാവുമായി നമ്മൾ ഒരു ബന്ധം സ്ഥാപിച്ചതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് തികച്ചും ശാന്തമായ മനസ്സോടെ നിശബ്ദമായിട്ടിരിക്കാം. കണ്ണുകൾ തുറന്ന് നെക്ക് എക്സസൈസ് നമ്മൾ പഠിച്ചതാണ്, അറിയാം. ആദ്യം ലെഫ്റ്റിലേക്ക് സ്ട്രേറ്റ്, റൈറ്റ്, സ്ട്രേറ്റ്, ലെഫ്റ്റ്, straight, slowly, slow, down, straight, back, straight, down, straight, back, straight, stop. ലെഫ്റ്റിലേക്ക് നെക്കിങ്ങനെ ഷോൾഡറിലേക്ക് മുട്ടിക്കാൻ ശ്രമിക്കുക. അപ്പ്, താഴോട്ടേക്ക് പോകുമ്പോൾ എക്സേൽ, വരുമ്പോൾ ഇൻഹേൽ, റിലാക്സ്. റൊട്ടേഷൻ ലെഫ്റ്റിലൂടെ സ്ലോലി കഴുത്ത് കംപ്ലീറ്റ് താഴോട്ടേക്ക്. 3 times clockwise, 3 times anti-clockwise. റിലാക്സ്, റിലാക്സ്. മുഖത്തേക്ക് വീണ്ടും ഒരു പുഞ്ചിരി വന്നിരിക്കുന്നു. റിലാക്സ് നൗ, റിലാക്സ് നൗ. We will do abdominal breathing. നമ്മൾ പഠിച്ചു ആദ്യം. എന്താണ് അബ്ഡോമിനൽ ബ്രീത്തിങ്? ഒന്നുകൂടെ ഓർമ്മിക്കാൻ വേണ്ടി പറയാം. 2-3 ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ പറയില്ല, അതുകൊണ്ട് ഇപ്പോഴും ഓർത്ത് വെച്ചേക്കണം. വയറുകൊണ്ട് ശ്വസിക്കുക. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ വയറാണ് വീർപ്പിക്കേണ്ടത്. വയറ് മാക്സിമം വീർപ്പിച്ചു കൊണ്ടുവരിക. എക്സേൽ എന്ന് പറയുമ്പോൾ അത് ചുരുക്കി ചുരുക്കി സ്പൈൻ നട്ടലിനോട് മുട്ടുന്ന രീതിയിലേക്ക് ഉള്ളിലേക്ക് ഇട്ടിക്കുക. ചിന്മുദ്രയിലായിരിക്കണം. തൊറാസിക് ബ്രീത്ത് എന്ന് പറയുമ്പോൾ ഈ മുദ്ര എന്താവും? മറ്റു വിരലുകൾ കൂടി
കൂട്ടിച്ചേർത്ത് പിടിക്കുന്നത്, അത്രയേ ഉള്ളൂ. ചിന്മയ മുദ്ര, thoracic ബ്രീത്തിങ്, ചെസ്റ്റ് കൊണ്ട് ബ്രീത്ത് ചെയ്യുന്നത്. ഷോൾഡർ ബ്രീത്ത് എന്ന് പറയുമ്പോൾ ഷോൾഡർ ഒന്ന് മുകളിലേക്ക് വെക്കണം. മുദ്ര എന്താണ്? തള്ളവിരൽ അകത്തേക്ക് വെച്ച് കൈകൾ കൊണ്ട് ടക്ക് ചെയ്യുക എന്ന് പറയും. കവർ ചെയ്യുന്നു. തുടകളിൽ വെക്കുന്നു. ഷോൾഡർ മുകളിലേക്ക് നിവർത്തി ഇൻഹേൽ ചെയ്യുമ്പോൾ, എക്സേൽ ചെയ്യുമ്പോൾ പുറകിലേക്ക് കറക്കി എടുത്തുകൊണ്ട് നോർമലിലേക്ക് വരണം. യോഗിക് ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക? ഓക്കെ, അത് പറയാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ആബ്ഡോമിനൽ ബ്രീത്തിങ്. ചിന്മുദ്രയിൽ കൈകൾ തുടകളിൽ വെച്ചുകൊണ്ട് ഇൻഹേൽ, വയറ് വീർത്ത് വരട്ടെ. എക്സേൽ, വയറ് ഒട്ടി 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 ഒട്ടി. ഇൻഹേൽ, എക്സേൽ, inhale, exhale, relax. Thoracic breathing or chest breathing. ചിന്മയ മുദ്ര തുടകളിൽ വെച്ചുകൊണ്ട് സ്പൈനൽ കോഡ് നേരെ വെച്ച് ചെസ്റ്റ് കൊണ്ട് ശ്വസിക്കും. അപ്പൊ ചെസ്റ്റ് മുമ്പിലേക്ക് തള്ളി വരണം, ഷോൾഡർ പുറകിലേക്ക് തള്ളി വരണം. അപ്പൊ സ്വാഭാവികമായിട്ട് ചെസ്റ്റ് മുമ്പിലേക്ക് വരും. ഇൻഹേൽ, ചെസ്റ്റ് തള്ളി വരട്ടെ. എക്സേൽ, ചെസ്റ്റ് ബാക്ക്. ഇൻഹേൽ, exhale, inhale, exhale, relax now. മുദ്ര തള്ളവിരലകത്തേക്ക് വിരലുകൾ കവർ ചെയ്തുകൊണ്ട് തുടകളിൽ വെച്ച് നിവർന്നിരുന്ന് മുഖത്തൊരു മന്ദഹാസം ഫിറ്റ് ചെയ്തുകൊണ്ട് ഇൻഹേൽ ചെയ്യുമ്പോൾ ഷോൾഡർ എലവേറ്റഡ്, എക്സേൽ ചെയ്യുമ്പോൾ ഷോൾഡർ കറക്കിയെടുത്ത് പുറകിൽ. ഓക്കെ, സ്റ്റാർട്ട് നൗ. ഇൻഹേൽ, ഷോൾഡർ എലവേറ്റ്. എക്സേൽ, ഷോൾഡർ കറക്കിയെടുത്ത് നോർമൽ. Inhale, exhale, inhale, exhale, relax. ഓരോ ശ്വാസം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഓരോ ശ്വാസം വലിക്കും തോറും മനസ്സിനകത്തേക്ക് സന്തോഷവും സമാധാനവും കോൺഫിഡൻസും കയറുന്നതായിട്ടും, എക്സേൽ ചെയ്യുമ്പോൾ നമ്മുടെ നിരാശകൾ, ദുഃഖങ്ങൾ, മടി, കോപം, ദേഷ്യം, അസൂയ, കുശുമ്പ് തുടങ്ങിയ നെഗറ്റീവ് വികാരങ്ങളെ പുറത്തേക്ക് പോകുന്നതായിട്ടും സങ്കല്പിച്ചുകൊണ്ട് വേണം ഓരോ ശ്വാസവും എടുക്കുവാനും വിടുവാനും. We will do yogic breathing. അകത്തേക്ക് എടുക്കുന്ന ഒരു ശ്വാസത്തെ ഈക്വലായിട്ട് 3ആയിട്ട് വിഭജിക്കാം. പെർഫെക്റ്റ് ഒക്കെ വരണം എന്നില്ല, എങ്കിലും ശ്രമിക്കാം. ആദ്യത്തെ ഭാഗം അബ്ഡോമിനൽ ബ്രീത്തിങ്, വയറും വീർത്ത് വരുന്നു, അകത്തേക്ക് വിടുന്നു, പക്ഷെ മുഴുവൻ ആകരുത്, കുറച്ച് ശ്വാസം അവിടെ വെച്ചേക്കണം. രണ്ടാമത്തെ ഭാഗം കൊണ്ട് ചെസ്റ്റ് ബ്രീത്തിങ് ചെയ്യണം. ചെസ്റ്റ് മുമ്പിലേക്ക് തള്ളി ഷോൾഡർ പുറകിലേക്ക് ആക്കിയിട്ട് ബ്രീത്ത് ചെയ്യണം. അപ്പൊ വിടരുത്. ബ്രീത്ത് ചെയ്തതിനു ശേഷം, ഇൻഹേൽ ചെയ്തതിനു ശേഷം ഷോൾഡർ ബ്രീത്തിങ് പറയുമ്പോൾ ബാക്കിയുള്ള 3 ഭാഗം കൊണ്ട് ഷോൾഡർ എലവേറ്റ്, കറക്കിയെടുത്ത് ഷോൾഡർ എലവേറ്റ് ചെയ്യുക, അവിടെ വെച്ചിരിക്കുക. എക്സേൽ പറയുമ്പോൾ ആദ്യം വയറ് ഉള്ളിലേക്ക്, ചെസ്റ്റ് നോർമൽ ആക്കുക, ഷോൾഡർ ഡൗൺ ആക്കുക. കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ വരും, ചെയ്യാൻ ശ്രമിക്കുക. മുദ്ര കൈകൾ ഇങ്ങനെ വെച്ച് ടക്ക് ചെയ്ത് കൈകൾ കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ വയറിനോട് ചേർത്ത് വെക്കാം. ഓക്കെ, മുദ്ര കറക്റ്റ് ആണ്.
ഇരുത്തം, ഇരിപ്പ് കറക്റ്റാണ്, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നു. മുഖത്ത് പുഞ്ചിരി മാഞ്ഞു പോയി, തിരിച്ചു കൊണ്ടുവരൂ, മുഖത്തൊരു പുഞ്ചിരി വെക്കൂ. ഇൻഹേൽ, വയറിനടുത്ത് വരുന്നു, ചെസ്റ്റ് അപ്പ്, ഷോൾഡർ വെയിറ്റ്. എക്സേൽ, വയറുള്ളിലേക്ക്, ചെസ്റ്റ് നോർമൽ, ഷോൾഡർ ഡൗൺ. ഇൻഹേൽ, എക്സേൽ. എക്സേൽ ചെയ്യുമ്പോഴും ആ ശ്വാസത്തെ മൂന്നായിട്ട് വിഭജിക്കണം. ഓക്കെ. ഇൻഹേൽ, exhale, abdomen in, chest normal, shoulder down. Inhale, വയറ് വീർത്ത് വരുന്നു, chest up, shoulder up. Exhale, abdomen in, chest normal, shoulder down. ഒന്നുകൂടി ചെയ്യാം. Inhale, വീർത്ത് വരുന്നു, chest up, shoulder elevated. Exhale, abdomen in, chest normal, shoulder down. Relax. Now relax. കൈകൾ ചിന്മുദ്രയിലേക്ക് കൊണ്ടുവരാം. റിലാക്സ്. സാറേ സൗണ്ട് കുറവാണ്. സൗണ്ട് കുറവാണ്. ഇപ്പൊ ഓക്കെ ആണോ? യെസ് സർ. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. നോർമലായിട്ടിരിക്കുക. ഇനി ചെയ്യാൻ പോകുന്നത് ശ്വാസത്തെ മാക്സിമം ഉള്ളിലേക്ക് വലിക്കുക, ഇരട്ടി സമയം കൊണ്ട് സ്ലോലി പുറത്തേക്ക് വിടുക. എത്ര മാക്സിമം വലിക്കാമോ അത്രയും വലിച്ചിട്ട് ഇരട്ടി സമയം കൊണ്ട് സ്ലോലി 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 പുറത്തേക്ക് വിടാം. ഓക്കെ, സ്റ്റാർട്ട്. അപ്പൊ ഇപ്പൊ എത്തി ശബ്ദം കേട്ടാലും കുഴപ്പമില്ല. Inhale, exhale. സ്വയം മനസ്സിൽ പറഞ്ഞ് ചെയ്തു, കണ്ടിന്യൂസ് ആയിട്ട്. നോ, ഇനി ചെയ്യാൻ പോകുന്നത് ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം. അപ്പോ ഇൻഹേൽ എക്സേൽ ആണ്, ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക. എന്തെങ്കിലും പ്രയാസം തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ സ്റ്റോപ്പ് ചെയ്തേക്കണം, റിലാക്സ് ചെയ്തേക്കണം. ഓക്കെ. വളരെ ഫാസ്റ്റ് ആയിട്ട് ശ്വാസത്തെ വലിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. ചിന്മുദ്രയിൽ ഇരിക്കുക. റിലാക്സ്. ഒന്നുകൂടി. റിലാക്സ്. ഒന്നുകൂടി. റിലാക്സ്, റിലാക്സ്.
നൗ ചന്ദ്ര അനുലോമ വിലോമ പ്രാണായാമം. നമ്മൾ പ്രാണായാമം തുടങ്ങുകയാണ്. ഇതുവരെ ചെയ്തതെല്ലാം ബ്രീത്തിങ് എക്സസൈസുകളാണ്. കുറച്ച് ചെയ്ത് ബോഡിയെയും ലങ്സിനെയും ഒക്കെ ബോധ്യപ്പെടുത്തുകയാണ് ഞാൻ പ്രാണായാമം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് എന്നുള്ളത്. കൈകൾ ചിന്മുദ്രയിൽ വെക്കാം. വലത് കൈ വിഷ്ണുമുദ്രയിൽ. എന്താണ് വിഷ്ണുമുദ്ര? കൈ ഇങ്ങനെ പിടിച്ചിട്ട് ചൂണ്ടുവിരലും നടുവിരലും അകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് വിഷ്ണുമുദ്രയായി. ഓക്കെ. വലത് മൂക്ക് വലത് കൈയുടെ തള്ളവിരൽ കൊണ്ട് അടച്ചു വെച്ച് മുഖത്തൊരു മന്ദഹാസം വെച്ചുകൊണ്ട് ഇടത് മൂക്കിലൂടെ മാത്രം ശ്വാസം മുകളിലേക്ക് വലിച്ച് ഇടത് മൂക്കിലൂടെ തന്നെ പുറത്തേക്ക് വിടണം. നമ്മൾ പറഞ്ഞു ഇടതുവശം ചന്ദ്രനെ പ്രതിനിധീകരിക്കുന്നു, തണുപ്പിനെ പ്രതിനിധീകരിക്കുന്നു, ഇടനാടി എന്നും പറയുന്നു. സ്റ്റാർട്ട് നൗ. ആദ്യം ഞാൻ കുറച്ച് പറയാം, പിന്നീട് നിങ്ങൾ സ്വയം ചെയ്യണം. ഇൻഹേൽ, വലത്ത് മൂക്ക് അടച്ചു വെച്ച് ഇടതിലൂടെ. എക്സേലും ഇടതിലൂടെ. താളത്തിൽ ചെയ്തുകൊണ്ടിരിക്കണേ. ഇൻഹേൽ ആൻഡ് എക്സേൽ താളത്തിൽ ചെയ്യണം. കൗണ്ട് ചെയ്യുക. 4 കൗണ്ട് ആണെങ്കിൽ ഇൻഹേൽ 4 ആണെങ്കിൽ എക്സേൽ 8. അടുത്തത് റൈറ്റ് നോസ്ട്രലിലൂടെ സൂര്യ അനുലോമ വിലോമ പ്രാണായാമം. പിംഗളനാടി സൂര്യനെ പ്രതിനിധീകരിക്കുന്നു, ചൂടിനെ റെപ്രസെന്റ് ചെയ്യുന്നു. വലത് കൈയുടെ മോതിരവിരൽ കൊണ്ട് ഇടത് മൂക്ക് അടച്ച് അങ്ങനെ തന്നെ പിടിക്കാം. വലതിലൂടെ ശ്വാസം എടുക്കുന്നു, വലതിലൂടെ വിടുന്നു. 4 കൗണ്ട് എടുക്കാം, 8 കൗണ്ട് പുറത്തേക്ക് വിടാം. പുഞ്ചിരി എന്താണ് മാഞ്ഞു പോയത്? തിരിച്ചു കൊണ്ടുവരും. റിലാക്സ്. നമ്മളപ്പോൾ ചന്ദ്ര അനുലോമ വിലോമ പ്രാണായാമം ചെയ്തു, സൂര്യ അനുലോമ വിലോമ പ്രാണായാമം ചെയ്തു. അടുത്തത് എന്താണ്? പേര് മറന്നു എന്നെനിക്കറിയാം. ചന്ദ്രഭേദന പ്രാണായാമം. ചന്ദ്രനിലൂടെ എടുത്ത് സൂര്യനും ചന്ദ്രനും നടുക്കുള്ള വാതിലിനെ ഭേദിച്ചുകൊണ്ട് വലത്തോട്ട് ചാടുന്നു. വലത്തോട്ടേക്ക് പോകുന്നു ഇരട്ടി സമയം കൊണ്ട്. 4 കൗണ്ട് ഇടതിലൂടെ, 8 കൗണ്ട് വലതിലൂടെ വിടുന്നു. വീണ്ടും ഇടതിലൂടെ മാത്രം, വലതിലൂടെ വിടരുത്. അപ്പൊ കൈകൾക്ക് അവിടെ ഒരു മാറ്റമുണ്ട്. ഇടതിലൂടെ വലിച്ചിട്ട് ഇടത് മൂക്ക് വിരൽ കൊണ്ട് അടച്ചു വെച്ച് വലത് കൈയുടെ തള്ളവിരൽ റിലീസ് ചെയ്ത് വലതിലൂടെ ശ്വാസത്തെ വിട്ടുകൊണ്ട് വീണ്ടും വലതിലൂടെ എടുക്കുമ്പോൾ വീണ്ടും ഇടതിലൂടെ എടുത്ത് വലതിലൂടെ തന്നെ വിടുക. ഇടതിലൂടെ 4, വലതിലൂടെ 8. സ്റ്റാർട്ട്. ഇൻഹേൽ 1 2 3 4. എക്സേൽ 3 2 1 2 3 4. തെറ്റി ഒന്നുകൂടി ചെയ്യാം. ലെഫ്റ്റിലൂടെ 1 2 3 4. എക്സേൽ 7 6 5 4 3 2 1. Inhale 1 2 3 4. Exhale 7 6 5 4 3 2 1. ഓക്കെ. ചെയ്തുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട്.
കൗണ്ട് നിങ്ങൾ സ്റ്റേറ്റ് ചെയ്താലും മതി. ഒരു കൗണ്ട് വിടുന്നത് ആ പറയുന്ന സമയത്ത് കൺട്രോൾ ചെയ്യാനാണ്. ഇനി വിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സൂര്യഭേദന പ്രാണായാമം. അപ്പൊ എന്തായിരിക്കും? വലതിലൂടെ വലിച്ച് കൗണ്ട് ചെയ്യുന്നു 4. ഒറ്റ സെക്കൻഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഹോൾഡ് ചെയ്യുന്നു. എന്നിട്ട് വലത് മൂക്ക് അടച്ചു വെച്ച് ഇടതിലൂടെ വിടുന്നു 8 കൗണ്ട്. വീണ്ടും വലതിലൂടെ തന്നെ 4 കൗണ്ട് വലിക്കുന്നു. ഇടതിലൂടെ 8 കൗണ്ട് വലിക്കുന്നു. അപ്പൊ ലെറ്റ്സ് സ്റ്റാർട്ട് ത്രൂ റൈറ്റ്. Inhale 1, 2, 3, 4. Exhale 2, 3, 4, 5, 6, 7, 8. റൈറ്റിലൂടെ ഇൻഹേൽ 1, 2, 3, 4. Exhale 7, 1, 2, 3, 4, 5, 6, 7, 8. Okay, ആ കൗണ്ട് മതി. അപ്പൊ കൺഫ്യൂഷൻ വരില്ല. ഓക്കെ, കണ്ടിന്യൂ ഡൂയിങ്. ഓക്കെ, സോ ബി ഹാപ്പി. വി ഹാവ് ഡൺ സൂര്യഭേദന പ്രാണായാമവും ചന്ദ്രഭേദന പ്രാണായാമവും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ഇനി എന്താണ്? അനുലോമ വിലോമ പ്രാണായാമം. വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് ദൈവികമായ ചിന്തകളോട് കൂടി ചെയ്യണം. കാരണം മനുഷ്യരാശിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് അനുലോമ വിലോമ പ്രാണായാമം എന്ന് പറയും. പ്രായമാകുമ്പോഴൊക്കെ നമ്മളുടെ സെല്ലുകളിലേക്ക് വരുന്ന ഊർജത്തിന്റെ കുറവ് മൂലം ആളുകളുടെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ, ഷോൾഡറുകളൊക്കെ വ്യത്യാസം വരുന്നു, നെഞ്ചിന് വ്യത്യാസം വരുന്നു. അപ്പൊ അതിന്റെയൊക്കെ സ്പീഡ് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുന്ന ഒന്നുകൂടിയാണ് അനുലോമ വിലോമ പ്രാണായാമം. ഓക്കെ, ഇടത് കൈ ചിന്മുദ്രയിൽ, വലത് കൈ എന്ത് ചെയ്യണം? വിഷ്ണു മുദ്രയിൽ പിടിച്ചുകൊണ്ട് എപ്പോഴും ഇടതിലൂടെയാണ് ആരംഭിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ ആദ്യത്തെ എന്താ ചെയ്യുക? ചന്ദ്രഭേദന പ്രാണായാമം ചെയ്യണം ആദ്യം. എന്നിട്ട് സൂര്യഭേദന പ്രാണായാമം ചെയ്യുമ്പോൾ മൊത്തം രണ്ടും കൂടി നമ്മൾ പറയും അനുലോമ വിലോമ പ്രാണായാമം. ഇടതിലൂടെ 1, 2, 3, 4 കൗണ്ട് ചെയ്തു. വലതിലൂടെ അങ്ങ് 8 നമ്മൾ കൗണ്ട് വിടുന്നു. 8 വരെ ചെയ്തു. വീണ്ടും വലതിലൂടെ 1, 2, 3, 4 എടുത്തിട്ട് ഇടതിലൂടെ നമ്മൾ 2, 3, 4, 5, 6, 7, 8 ഒരു റൗണ്ട് പോയി. ഇടതിലൂടെ ഒന്ന് വലിച്ചിട്ട് പുറത്തേക്ക് വിട്ട് വീണ്ടും ഞാൻ പറയാം, വലതിലൂടെ എടുത്ത് പുറത്തേക്ക് വിടുമ്പോൾ മാത്രമാണ് ഒരു കൗണ്ട് പൂർത്തീകരിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് ഡു നൗ. അത് നമ്മൾ പതുക്കെ 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 മുന്നോട്ട് കൊണ്ടുപോയിട്ട് 50, 100ലേക്കൊക്കെ നമ്മൾ പതുക്കെ ഗ്രാജുവലായിട്ട് എത്തിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ വ്യത്യാസങ്ങൾ കണ്ട് തുടങ്ങുക. പുഞ്ചിരി മുഖത്ത് ഇടത് കൈ ചിന്മുദ്രയിൽ, വലത് കൈ വിഷ്ണു മുദ്രയിൽ, വലത് മൂക്ക് അടച്ചുകൊണ്ട് ഇടത് മൂക്കിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. 1, 2, 3, 4. വലതിലൂടെ 2, 3, 4, 5, 6, 7, 8. ഇനി വലതിലൂടെ തന്നെ അടയ്ക്കാതെ ഇൻഹേൽ ചെയ്യുക. 1, 2, 3, 4. വലതടച്ച് ഇടതിലൂടെ 2, 3, 4, 5, 6, 7, 8. മനസ്സിൽ പറയുന്ന താളത്തിന് യൂണിഫോമിറ്റി ഉണ്ടാകണം. ഇടതുവശത്തിലൂടെ വലിക്കുമ്പോൾ ഏത് താളത്തിലാണോ കൗണ്ട് ചെയ്തത് അതേ താളത്തിൽ വലതിലൂടെ വിടണം കേട്ടോ. കണ്ടിന്യൂ ഡൂയിങ്.
ഞാൻ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ഇടതുവശത്തിലൂടെ വേണം അവസാനിപ്പിക്കാൻ. ഞാൻ പറയുമ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ടതില്ല. ഒരു റൗണ്ട് പകുതിയാണെങ്കിൽ ഇടതുവശത്തിലൂടെ ഒരു പ്രാവശ്യം കൂടി ചെയ്ത് അവസാനിപ്പിക്കണം. കണ്ടിന്യൂ ഡൂയിങ്. സ്റ്റോപ്പ് ഡൂയിങ് അനുലോമ വിലോമ പ്രാണായാമം. മുഖത്തെന്താണ് പുഞ്ചിരി ഇടയ്ക്ക് മാഞ്ഞു പോകുന്നത്? ഫിറ്റ് ഇറ്റ് ദ. കൈകൾ ചിന്മുദ്രയിൽ വെച്ചുകൊണ്ട് തുടകളിൽ വെച്ചുകൊണ്ട് നിവർന്നിരുന്ന് ശാന്തമായ മനസ്സോടെ അനുലോമ വിലോമ പ്രാണായാമം ചെയ്തപ്പോൾ പ്രകൃതിയിലെ ഊർജം നമ്മുടെ ശരീരത്തിലേക്ക് ഉണ്ടാക്കിയ ഊർജ പ്രവാഹത്തെ സങ്കല്പിച്ചുകൊണ്ട് എല്ലാ സെല്ലുകളിലേക്കും ഈ ഊർജ പ്രവാഹം ഇങ്ങനെ പ്രവഹിക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അതിനോടൊപ്പം സന്തോഷത്തിന്റെ തിരമാലകൾ കൂടി ഇങ്ങനെ ബ്ലഡിലൂടെ കോശങ്ങളിലൂടെ മനസ്സിലൂടെ ഇങ്ങനെ ഒഴുകി 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 ആനന്ദ പ്രവാഹത്തിൽ ഇങ്ങനെ നിശബ്ദമായിട്ടിരിക്കാം. Okay. Now we are going to do ഭ്രമരി പ്രാണായാമം. ഭ്രമരി ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും ഒന്നും കൂടി പറയാം. കൈകൾ ചിന്മുദ്രയിൽ തുടകളിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ഇൻഹേൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇൻഹേൽ ചെയ്യുമ്പോൾ നാവിനെ നമ്മൾ ചെറുപ്പത്തിലെ കളിക്കാറുണ്ടല്ലേ? നാവിനെ മടക്കി വെച്ചിട്ട് വായുടെ അപ്പർ പാലറ്റിൽ ടച്ച് ചെയ്യണം. അപ്പർ പാലറ്റിൽ ടച്ച് ചെയ്ത് പിടിക്കണം. വായ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. എക്സേൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? എൻ എന്ന ശബ്ദം, ഇംഗ്ലീഷിലെ എൻ എന്ന് പറയാൻ ശ്രമിച്ചുകൊണ്ട് ഒരു വൈബ്രേഷൻ ഉണ്ടാക്കണം. ഇതെങ്ങനെ മൂളുമ്പോ എൻ എന്ന് പറയാൻ ശ്രമിക്കണം. ശ്വാസം പുറത്തേക്ക് സ്ലോലി വിടണം. എത്ര സ്പീഡ് കുറച്ച് വിടാൻ പറ്റുമോ അത്രയും സ്പീഡ് കുറച്ച് വിടണം. എത്ര ഇൻഹേൽ ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ മുഴുവൻ ചെയ്യേണ്ട ഒരു പകുതി ഇൻഹേൽ ചെയ്തിട്ട് എക്സേൽ ചെയ്യുന്ന സമയം നമുക്ക് നോക്കണ്ട. പക്ഷേ നിയന്ത്രണ വിധേയമായിട്ട് കുറച്ച് കുറച്ചായിട്ട് വിടുമ്പോൾ എൻ എന്ന ശബ്ദം വിട്ടുകൊണ്ട് ഒരു മുരളിച്ച വേണം. വണ്ട് എന്നാണ് അർത്ഥം. ഭ്രമരം മീൻസ് വണ്ട്. വണ്ട് മുരളുന്ന പോലെ നമ്മൾ മുരളണം. അപ്പോൾ എന്താ സംഭവിക്കുക? ആ വൈബ്രേഷൻസ് നമ്മുടെ മുഖത്തും നമ്മുടെ ബ്രെയിനിനെ കൊണ്ട് പോയിട്ട് ഓടാനും ചാടാനും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ബ്രെയിനിന് കിട്ടുന്ന ഒരു എക്സസൈസ് കൂടിയാണ് ഈ സ്മോൾ 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 വൈബ്രേഷൻസ്. ഫോക്കസ് ഓൺ യുവർ ബ്രീത്തിങ്. യെസ്, മനസ്സിനോട് പറയുക, ഐ എം ഗോയിങ് ടു ഡു ഭ്രമരി പ്രാണായാമ. പ്ലീസ് ബി വിത്ത് മീ. ഞാൻ ഭ്രമരി പ്രാണായാമം ചെയ്യാൻ പോകുന്നു. എന്റെ കൂടെ നിൽക്കുക. ഇപ്പൊ തിരിച്ചു വരാം. ഇൻഹേൽ. നാക്ക് മടക്കി വെച്ച് അപ്പർ പാലറ്റിൽ വെച്ചിട്ട് അതിന് മുമ്പ് ഒരു കാര്യം പറയാൻ മറന്നുപോയി. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ചൂണ്ടുവിരൽ ഇവിടെ, ചെവിയുടെ ഇവിടെ കേട്ടോ. ചിന്മുദ്രയല്ല, ചൂണ്ടുവിരൽ ഇവിടെ വെക്കാം. ഓക്കെ, റൈറ്റ്. ഇൻഹേൽ. എക്സൽ ചെയ്യുമ്പോൾ മുഴക്കം. Inhale, exhale. Relax, 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 relax. ഒരു നിമിഷം
ചിന്മുദ്രയിൽ ഇരുന്നു കൊണ്ട് സങ്കല്പിക്കാം. അപ്പോൾ എവിടെയെങ്കിലും ചെയ്തപ്പോൾ താളപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ടാകാം, അതൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരും. ഓക്കെ, മനസ്സിലോർക്കുക. കൈ ഇങ്ങനെ വെക്കുന്നു, ശ്വാസം വലിക്കുന്നു, നാവ് നടക്കാൻ മറക്കരുത്. ശ്വാസത്തെ വിടുമ്പോൾ മുരളിച്ചോട് കൂടിയിട്ട് ശ്വാസത്തെ പതുക്കെ പതുക്കെ പുറത്തേക്ക് വിടാം. ഒന്നുകൂടി കറക്ഷൻ ആയല്ലോ. ഓക്കെ, സ്റ്റാർട്ട് നൗ. കൈകൾ എവിടെ? ചൂണ്ടുവിരൽ അങ്ങോട്ട്. ഇൻഹേൽ ആൻഡ് എക്സേൽ കണ്ടിന്യൂസ്. കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ബ്രെയിനിലേക്ക് ഫോക്കസ് ചെയ്യാം. ഈ മൂളൊക്കെ മുഴുവനും ബ്രെയിനിലേക്ക് ചെന്ന് അടിക്കുന്നതായിട്ട്, അവിടെ പ്രകമ്പനങ്ങൾ ഉണ്ടാകുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഡു ദാറ്റ് കണ്ടിന്യൂ. ബ്രെയിനിലേക്ക് വൈബ്രേഷൻസ് ഫോക്കസ് ചെയ്യണം. നിങ്ങൾ ചെയ്യുന്നത് ബ്രെയിനിലേക്ക് പോകുന്നതായിട്ട് ഫോക്കസ്. Continue doing it. Focus on your brain, solely on brain. Okay, relax. കണ്ണുകൾ തുറന്നുകൊണ്ട് ചിന്മുദ്രയിൽ ഇരിക്കാം. കൈകൾ രണ്ടും ചിന്മുദ്രയിൽ വെച്ച് തുടകളിൽ വെച്ച് ശാന്തമായ മനസ്സോട് കൂടിയിട്ട് മനോഹരമായ ഭ്രമരി പ്രാണായാമം ചെയ്തപ്പോൾ നമ്മുടെ മുഖത്ത്, ബ്രെയിനിൽ, തലച്ചോറിൽ, തലയോട്ടിയിൽ, സ്കാൽപ് ഏരിയ മൊത്തം ശരീരത്തിലായി ഉണ്ടായ വൈബ്രേഷൻസിനെ ഒന്ന് സങ്കല്പിച്ചുകൊണ്ട് അതിലേക്കൊന്ന് മനസ്സ് കൊണ്ടുവന്ന്, ആ മാറ്റങ്ങളിലേക്കൊന്ന് മനസ്സ് കൊണ്ടുവന്നു ശാന്തമായിട്ടിരിക്കുക.
റിലാക്സ്, റിലാക്സ് ആൻഡ് റിലാക്സ്. മുഖത്തെ പുഞ്ചിരി മാഞ്ഞു പോകുന്നുണ്ട്, ഇടയ്ക്ക് തിരിച്ചുകൊണ്ട് ഫിറ്റ് ചെയ്തോളൂ. പെർമനൻസ്, പെർമനൻസ്. Okay, now relax now. റിലാക്സ് ചെയ്തിരിക്കാം. മനസ്സും ശരീരവും ഒക്കെ ഇപ്പോൾ ഭയങ്കര റിലാക്സ് ആണ്. മനസ്സും ശരീരവും ഒക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് 100% റിലാക്സ്. Now we are going for a soul journey meditation. Soul journey meditation. ഒന്നുമില്ല, നിശബ്ദമായിട്ട് ശാന്തമായ മനസ്സോടെ ഇരിക്കണം. കംപ്ലീറ്റ്ലി ഫോക്കസ് ആയിരിക്കണം. ജസ്റ്റ് സിറ്റ് റിലാക്സ്. ചിന്മുദ്രയിൽ നട്ടൽ നിവർത്തിക്കൊണ്ടിരിക്കുക. കാൽപാദം മുതൽ ശിരസ് വരെയുള്ള ഭാഗത്തെ സ്ലോലി സ്ലോലി ശ്രദ്ധയെ കൊണ്ടുവരണം. കാൽപാദം റിലാക്സ്. കാഫ് ഏരിയ ടൈറ്റ് ചെയ്യാതെ, ആദ്യം ടൈറ്റ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ടൈറ്റ് 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 ആൻഡ് റിലാക്സ്. കാൽമുട്ട് മുതൽ ഹിപ്പ് ഏരിയ വരെ ഫോക്കസ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് 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 ആൻഡ് റിലാക്സ്. ഒപ്പം നടക്കുന്ന ശ്വസന പ്രക്രിയയിൽ ഓരോ ശ്വാസം എടുക്കുന്തോറും റിലാക്സേഷൻ ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ശരീരത്തിന്റെ സെല്ലുകളൊക്കെ ഇങ്ങനെ ലൂസ് 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 ആകുന്നു. അരക്കെട്ട് മുതൽ കഴുത്ത് വരെയുള്ള ഭാഗം ടൈറ്റ് 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 ആൻഡ് റിലാക്സ്. ലൂസ് 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 ലൂസ്. നെക്ക് മുതൽ സ്കാൽപ്പ് ഏരിയ വരെയുള്ള ഭാഗത്ത് ടൈറ്റ്. മുഖം, കണ്ണുകൾ, ചെവിയൊക്കെ ടൈറ്റ് 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 ആൻഡ് ടൈറ്റ് ആൻഡ് റിലാക്സ്. ഫോക്കസ് ഓൺ യുവർ ബ്രീത്തിങ്. ഓരോ ശ്വാസം എടുക്കും തോറും സന്തോഷം, ആനന്ദം, കോൺഫിഡൻസ് എല്ലാം അകത്തേക്ക് വരുന്നു. ഹെൽത്ത്, നല്ല ചിന്തകൾ പുറത്തേക്ക് വിടുമ്പോൾ ചീത്ത ചിന്തകൾ, എല്ലാ മനോമാലിന്യങ്ങളും പുറത്തേക്ക് വിടുന്നുണ്ട്. ശാരീരികമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവയെല്ലാം ഇങ്ങനെ 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 കറുത്ത ഒരു പുകയുടെ രൂപത്തിൽ പുറത്തേക്ക് പോകുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് കണ്ടിന്യൂ ഡൂയിങ് ബ്രീത്തിങ് ആൻഡ് എക്സേൽ. Inhale happiness, inhale wealth attraction, inhale confidence. Exhale all the manomalinyas in your body. Once again. Now relax. കണ്ണുകൾ ഇങ്ങനെ അടഞ്ഞടഞ്ഞടഞ്ഞടഞ്ഞ് പോകുന്ന ഫീൽ. കണ്ണുകളിലേക്ക് ഉറക്കത്തിന്റെ ആ ഗാഠനിദ്രയുടെ ഇരുട്ട് പതുക്കെ 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 കൂടിക്കൂടി വരുന്നു. കൺപോളകളും ഭാരമേറിയതായി ഫീൽ ചെയ്യും. കൺപോളകളിൽ ഇങ്ങനെ ആരോ വെയിറ്റ് എടുത്ത് വെച്ചതുപോലെ കണ്ണപ്പോളകൾ അടഞ്ഞടഞ്ഞടഞ്ഞ് പോകും. ഫോക്കസ് ഓൺ യുവർ ഐലിഡ്സ്. ഓരോ ശ്വാസം എടുക്കുന്തോറും കണ്ണുകളിലെ ഇരുട്ട് കൂടി വരുന്നത് അറിയാൻ പറ്റുന്നുണ്ടല്ലോ. ഫോക്കസ് ഓൺ ദാറ്റ്. വീണ്ടും ഇരുട്ട് കൂടുന്നു. കൺപോളകൾ രണ്ടും ഒട്ടി 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 പോകുന്നു. മനസ്സ് റിലാക്സേഷൻ ആകാനിലേക്ക്. രണ്ട് പുരികത്തിനിടയിലൂടെയുള്ള ഒരു സുഷിരമുണ്ടെന്ന് സങ്കല്പിക്കാം. ആ സുഷിരത്തിലൂടെ നമ്മുടെ ജീവാത്മാവ് പതുക്കെ പതുക്കെ പുറത്തേക്ക് കടക്കാൻ പോവുകയാണ്. അവർ സോൾ, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ആത്മാവ് പുറത്തേക്ക് പോകുന്ന പോലെ ജസ്റ്റ് ഇമാജിൻ യുവർ സോൾ ഈസ് കമ്മിങ് ഔട്ട് ത്രൂ ദാറ്റ് ഏരിയ.
അതിന് പറയുന്ന പേരാണ് ഭ്രൂമധ്യം. ഭ്രൂമധ്യത്തിലൂടെ ആത്മാവ് പുറത്തേക്ക് ഇങ്ങനെ കിടക്കുന്നു. മുകളിലേക്ക് ചെന്ന് ഒരു 10 അടി ഉയരത്തിൽ നിൽക്കാം. എന്നിട്ട് സ്വന്തം ശരീരത്തെ സാക്ഷിഭാവത്തിലേക്ക് ഒന്ന് നോക്കൂ. നിങ്ങളുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോഡി ചമ്രം അടിഞ്ഞിരുന്ന് ഏതോ അവസ്ഥയിൽ ചിന്മുദ്രയിൽ ഇങ്ങനെ ശാന്തമായിട്ടിരിക്കുന്ന നിങ്ങളെ കാണുന്ന നിങ്ങൾ Now relax. Relax now. നമ്മളിപ്പോൾ ആത്മാവ് മാത്രമാണ്. നമുക്ക് പറക്കാൻ സാധിക്കും, എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും, ആവശ്യപ്പെടുന്നതെല്ലാം കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ നമ്മൾക്കൊന്ന് മുകളിലേക്ക് പോകാൻ പോവുകയാണ്. ഫ്ലൈ ഹൈ. പതുക്കെ ആത്മാവ് ഒരു പക്ഷി പോലെ ഉയരത്തിലേക്ക് കുതിച്ചു പായുന്ന മേഘങ്ങളെ പിളർന്നുകൊണ്ട് കാറ്റും തണുപ്പുമുള്ള അന്തരീക്ഷത്തിലൂടെ മുകളിലേക്ക്. അങ്ങ് ദൂരെ ചെന്ന് കഴിഞ്ഞ് ബഹിരാകാശത്തിന്റെ അടുത്ത് വരുത്തിയിട്ടുണ്ട്. നൗ ലുക്ക് അറ്റ് ദ എർത്ത്. ഭൂമിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന നിങ്ങളെ തന്നെ വീണ്ടും കാണാം. റിലാക്സ് ആൻഡ് വാച്ച് ഇറ്റ് വിത്ത് ഹാപ്പിനെസ്. റിലാക്സ് ആൻഡ് റിലാക്സ്. റിലാക്സ് ആൻഡ് റിലാക്സ്. അവിടെ നിന്ന് നോക്കുമ്പോൾ എന്തെല്ലാം കാഴ്ചകളാണ് കാണുന്നത്. ജസ്റ്റ് വിഷ്വലൈസ് ദാറ്റ്. നക്ഷത്രങ്ങളൊക്കെ അടുത്തടുത്തുള്ളതുപോലെ, ചന്ദ്രനെ കാണാൻ എന്തൊരു ഭംഗിയാണ്, കൂടുതൽ അടുത്തതുപോലെ. ചന്ദ്രന്റെ വെളിച്ചം ഇങ്ങനെ ദേഹത്തിലേക്ക് കിടക്കുമ്പോൾ ഫീലിംഗ് സോ എനർജി 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 എനർജി. ഫീലിംഗ് എനർജറ്റിക്. വീണ്ടും ഇത് നമ്മൾ അതീവമായിട്ട് സ്പീഡിൽ മുകളിലേക്ക് വീണ്ടും സ്വർഗ കവാടത്തിന്റെ അടുത്ത് വെള്ളിമേഘങ്ങൾ പറന്നു നടക്കുന്ന ആ പാരിടത്തിൽ ക്ഷീരപഥങ്ങളെല്ലാം അലങ്കരിച്ചു നിൽക്കുന്ന മനോഹരമായ അന്തരീക്ഷത്തിന് മുമ്പിൽ ചിറകുകൾ വെച്ച് മാലാഖമാർ കാവൽ നിൽക്കുന്ന വാതിലുകൾ കടന്നകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ കാണാം പരമാത്മാവിന്റെ ദിവ്യ ചൈതന്യം. മനസ്സ് സന്തോഷം കൊണ്ട് നിറയുകയാണ്. റിലാക്സ്. ആ പുഞ്ചിരി കണ്ടപ്പോൾ തന്നെ മനസ്സിലുള്ള എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം എടുത്തുകൊണ്ട് ഓടിച്ചെന്ന് ആ പാതാരബിന്ദങ്ങളിലേക്ക് നമസ്കരിക്കാം. ഫീലിംഗ് റിലാക്സ്ഡ്. എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും കണ്ണുനീരായിട്ട് ആ പാദങ്ങൾ അഭിഷേകം ചെയ്യും. എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും രോഗങ്ങളും പീഡകളും എല്ലാം 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 അവിടെ അവിടെ ഒഴുകിപ്പോകുന്ന ചിത്രമാണ് കാണുന്നത്. തന്റെ വളരെ മൃദുലമായ കൈകൾ കൊണ്ട് ശിരസിൽ തലോടുന്ന പരമാത്മാവിന്റെ സ്പർശനം. ഫീൽ ദാറ്റ് നൗ. ഫീൽ ദാറ്റ് നൗ. ഫീൽ ഇറ്റ്. വാട്ട് എ റിലാക്സേഷൻ. എല്ലാം എല്ലാം ഇറങ്ങിപ്പോയതുപോലെ. ഫീലിംഗ് സോ റിലാക്സ്ഡ്. ഫീലിംഗ് സോ റിലാക്സ്ഡ്.
ഒന്നും പറയുന്നില്ല പരമാത്മാവ്, എങ്കിലും യു ഫീൽ ദാറ്റ് ഞാനുണ്ട് കൂടെ. നീ എന്റെ പ്രിയപ്പെട്ട പുത്രിയാണ്, ഞാനുണ്ട് കൂടെ. മുടിയിഴകളിൽ തഴുകുന്ന ആ കരസ്പർശത്തിന്റെ ആനന്ദം, സുഖം, സന്തോഷം, വാത്സല്യം. ഫീൽ ദാറ്റ് നൗ. ഫീൽ ദാറ്റ് നൗ. രണ്ട് കൈകളും കൂടി തറയിൽ വെച്ചപ്പോൾ ഒരു ഇലക്ട്രിക് ഷോക്ക് കിട്ടിയതുപോലെ, വല്ലാത്തൊരു എനർജി ശരീരത്തിലേക്ക് പാസ് ചെയ്യുന്നത് പോലെ. ഫീൽ ദാറ്റ് നൗ. The wonderful universal force or energy is going through your body and mind completely and holistically. Feel that now. Feel that now. Feel that you got an extra power. You feel that you got an extra confidence. You feel that your health is wonderful. Feel that you are okay. Completely okay. Relax. 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 നമുക്ക് അനുവദിച്ച സമയം കഴിഞ്ഞിരിക്കുന്നു. മാലാഖമാർ വന്ന് നമ്മുടെ കൈകൾ പിടിച്ച് എണീപ്പിക്കുന്നു. നിറകണ്ണുകളോടെ മുഖത്തൊരു സന്തോഷവുമായിട്ട് കൈകൾ കുപ്പിക്കൊണ്ട്, മനസ്സിൽ ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം ഇറക്കി വെച്ച സന്തോഷ കണ്ണുനീരുമായിട്ട് പരമാത്മാവിനോട് കൈകൾ വീശി കാണിച്ച് സ്ലോലി പുറത്തേക്ക് കമ്മിങ് ഔട്ട്. മലാഖമാരെ നോക്കി യാത്ര പറയുന്ന പോലെ പുഞ്ചിരി കൊടുത്തുകൊണ്ട് കൈകൾ വീശിക്കൊണ്ട് തിരിച്ച് ഭൂമിയിലേക്ക് യാത്ര ആരംഭിക്കുന്നു. അങ്ങോട്ട് പോയപ്പോൾ മനസ്സിലുണ്ടായി വിങ്ങൽ ഇപ്പോൾ ഇല്ല. You are so happy now and powerful and confident. You are a wealth attracting machine. സമ്പത്ത്, സന്തോഷം, അഭിവൃദ്ധിയൊക്കെ മനസ്സിലേക്ക് എടുക്കുവാനുള്ള ശക്തിയും കഴിവുമുള്ള ഒരു വ്യക്തിയായിട്ട് മാറിക്കൊണ്ട് ഭൂമിയിലേക്ക് തൊട്ടടുത്തെത്തി കഴിഞ്ഞപ്പോൾ കാണാം, പുഞ്ചിരിയുള്ള മുഖവുമായിട്ട് ഇപ്പോഴും ധ്യാനാവസ്ഥയിലിരിക്കുന്ന നിങ്ങളുടെ അപ്രിയ ശരീരം. അതിലേക്ക് വീണ്ടും എൻട്രി ചെയ്യാൻ പോവുകയാണ്. ഫോക്കസ് ഓൺ ദ മിഡിൽ ഓഫ് യുവർ ഫോർഹെഡ് ബിറ്റ്വീൻ ഐബ്രോസ്. ഒരു വായുരൂപത്തിലുള്ള നിങ്ങളുടെ ആത്മാവ് ഇതങ്ങനെ ചുരുങ്ങി 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 ഒരു നീളത്തിലുള്ള രൂപമായിട്ട് താഴോട്ട് വന്നു. പുരുകത്തിനിടയിലൂടെ ശരീരത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നു. You are okay now. I am confident. I am powerful. I am unbeatable and unstoppable. I am a money magnet. I can attract wealth and money towards me in a genuine way. സന്തോഷവും സമാധാനവും സമ്പത്തും എന്നിലേക്ക് ന്യായമായ മാർഗത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കും. Feel that now. Feel that now. രണ്ട് കൈകളും ചിന്മുദ്രയിൽ നിന്ന് മാറ്റി തൊഴുത് പിടിച്ചുകൊണ്ട് കണ്ണുകൾക്ക് നേരെ കൊണ്ടുവരാ. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. മൂക്കിന് മുകളിലായിട്ട് പിടിച്ച് കണ്ണുകളുടെ നേരെ കൊണ്ടുവന്ന് പുസ്തക രൂപത്തിൽ തുറന്നു പിടിക്കുക. കണ്ണുകൾ ചിമ്മിക്കൊണ്ട് തുറക്കുമ്പോൾ ആ പുസ്തകത്തിലേക്ക് വേണം തുറക്കാനായിട്ട്. പതുക്കെ പതുക്കെ ചിമ്മി ചിമ്മി കണ്ണുകൾ തുറക്കാം. കൈകൾ കൂട്ടിത്തിരുമ്പി കണ്ണുകളിലേക്ക് ചൂട് വെച്ച് വീണ്ടും കൂട്ടിത്തിരുമ്പി കവളുകളിലേക്ക് വെച്ച് വീണ്ടും കൂട്ടിത്തിരുമ്പി ബോഡിയാകെ വെച്ചുകൊണ്ട്
ഒരു പുഞ്ചിരിയോട് കൂടി പതുക്കെ പതുക്കെ ലെറ്റ്സ് കം ബാക്ക് ടു ദിസ് വണ്ടർഫുൾ യൂണിവേഴ്സ്. Feel that. Yes. Yes. Good morning to all. Have a wonderful, nice day. നിങ്ങൾക്കുണ്ടായ ഫീലിങ്സ് എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. നേരെ ഗ്രൂപ്പിൽ പോയിട്ട് ഇപ്പൊ തന്നെ ഒരു വോയിസ് അവിടെ ഇട്ടിട്ട് റിലാക്സ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പിന്നീട് ചോദിക്കാം. ഡൗട്ട് സംതിങ്. ഗുഡ് മോർണിംഗ് സർ. യെസ്, ഗുഡ് മോർണിംഗ് പ്രഭ. നമ്മള് പിന്നെ റിലാക്സേഷൻ ടൈം ഉണ്ടല്ലോ, അതായത് ചിന്മുദ്ര ഇരുന്നിട്ട് റിലാക്സ് ഫ്രീ ആയിട്ടിരിക്കാൻ പറയുന്ന സമയത്ത് നമ്മൾ ആ ചിന്മുദ്ര റിലീസ് ആക്കണം. വേണ്ട, ആ ചിന്മുദ്രയിൽ തന്നെ ചിന്മുദ്ര തന്നെ റിലാക്സ് മനസ്സിനുള്ള റിലാക്സ് ചെയ്യേണ്ടത്. ചിന്മുദ്ര അങ്ങനെ തന്നെ ഇരിക്കണം. ചിന്മുദ്ര ഉദ്ദേശിക്കുന്നത് യൂണിവേഴ്സും നമ്മളും തമ്മിലുള്ള കണക്ഷൻ ആണ്. ഓക്കെ, ഞാൻ അവസാനം നമ്മൾ കൈകൾ കൂപ്പാൻ പറയുമ്പോൾ മാത്രം ഇപ്പൊ നമ്മൾ ചിന്മുദ്രയിൽ നിന്ന് കൈകൾ റിലീസ് ആക്കിയിട്ട് കൈകൾ കൂപ്പാനാണ് പറയുന്നത്. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഓൾവേസ് കീപ് ദാറ്റ് മുദ്ര വിത്ത് യു. പിന്നെ അങ്ങനെ പോയത് വെച്ചിട്ട് അതിന്റെ ഗുണം കിട്ടില്ല അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ഗെയിം. ഞാൻ കയ്യോ ഞാൻ വിട്ടു പോയതുകൊണ്ട് മിസ്റ്റേക്ക് ആണെന്ന് വിചാരിക്കേണ്ടതില്ല. നത്തിങ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. വെൽക്കം. താങ്ക് യു സർ. നസിദ, താങ്ക് യു. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ പോയിട്ട് എന്താണ് റിലാക്സ് കിട്ടിയത്, നേരെ പോയിട്ട് ഉണ്ടായ അനുഭവത്തെ ഇടാൻ പറയുന്നത്. അത് പറയുമ്പോഴാണ് നിങ്ങളുടെ മനസ്സ് കുറച്ചും കൂടി കൂടുതൽ വിശ്വസിക്കും. നമ്മുടെ മനസ്സിനോട് എന്താണോ പറയുന്നത് അത് മനസ്സ് വിശ്വസിക്കും. സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിക്കും. ഇപ്പോൾ നിങ്ങളൊരു പ്രത്യേക അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഈ സമയത്ത് പറയുന്ന വാക്കുകൾ നമ്മുടെ മനസ്സ് ശരിക്കും വിശ്വസിക്കും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ തന്നെ ഉറങ്ങിക്കോളും, നോ പ്രോബ്ലം. ഉറങ്ങാൻ പോകുമ്പോഴും മനസ്സ് സന്തോഷിപ്പിച്ച് വെച്ചിട്ട് ഐ എം കോൺഫിഡന്റ്, ഐ എം പവർഫുൾ, ഐ എം എ മണി മാഗ്നറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. സോ യുവർ മൈൻഡ് ഈസ് സ്റ്റാർട്ട് ടു ബിലീവ് ദാറ്റ്. അതങ്ങ് ബിലീവ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് യു ബിക്കം ദാറ്റ് പേഴ്സൺ. 100% ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങ് ചിന്തിച്ചുകൊണ്ട് കിടക്കുക ഉറങ്ങുന്നവർ. അല്ലെങ്കിൽ നടക്കുമ്പോൾ തന്നെ അതിങ്ങനെ മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുക. സോ ഇപ്പോൾ ഇരിക്കുന്ന മാനസികാവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ കുറച്ച് സമയം പിടിക്കും. ആ സമയം വരെയും മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക ഐ എം കോൺഫിഡന്റ്, ഐ എം ബ്യൂട്ടിഫുൾ, ഐ എം പവർഫുൾ, ഐ എം എ മണി മാഗ്നറ്റ്, ഐ എം ഹാപ്പി, ഐ എം ഹാപ്പി, ഐ എം ഹാപ്പി. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. താങ്ക് യു സർ.